സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വൈറലായൊരു വിഷയമാണ് ഈ CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ചിന്തോ ജെറോം വെള്ളം കുടിക്കുന്ന ഒരു ദൃശ്യമാണ്. അത് എന്തിനാണ് ഇത്രയും അധികം വൈറലായതെന്ന് ചിന്തയോട് തന്നെ നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. അപ്പം ചിന്ത, സ്വാഗതം. എനിക്കറിയാം വലിയ തിരക്കാണ്, അതിനിടയിലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ കേട്ടോ, ഈ തിരക്കിനിടയിലും. ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് സമയം ഈ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. അതെ അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ വെള്ളം കുടിക്കുന്നതിനെ അതിങ്ങനെ വൈറലാകുന്നു, ഇത് കണ്ടപ്പോൾ ശരിക്കും ആദ്യം ചിന്തയ്ക്ക് എന്താ തോന്നിയത്? വെള്ളം കുടിക്കാൻ പോലും വിടില്ല എന്നാ തോന്നിയത്. വ്യക്തിപരമായി എനിക്ക് മാത്രമല്ലല്ലോ പാർട്ടിയെ മോശപ്പെടുത്താൻ. ഇല്ലില്ല, അങ്ങനൊന്നും വെള്ളം കുടിക്കാൻ പോലും വിടില്ല എന്നുള്ളത് നമ്മള് എന്താണ് എല്ലാവർക്കും നമ്മുടെ പാർട്ടി സമ്മേളനം നടക്കുന്നു. അപ്പം കൊല്ലത്ത് നടക്കുന്ന ഈ പാർട്ടി സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ്. രണ്ട്, സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം നൽകാൻ പോകുന്ന ജില്ലയിലെ സമ്മേളനമാണ്. പിന്നീട് ഇത് ഇപ്പം നടക്കുന്നത് പാർട്ടിയുടെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ്. പാർട്ടി സഖാക്കളിൽ നിന്നുള്ള പണത്തിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ചൊരു കുറച്ച് സ്ഥലത്ത് നടത്തിയൊരു സമ്മേളനമാണ്. അങ്ങനെ 3 പ്രത്യേകതകളുണ്ട്. അപ്പോൾ വളരെ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ചു. ഏറ്റവും ഗുണകരമായ ചർച്ചകൾ, അതോടൊപ്പം തന്നെ കൊല്ലത്തിൻ്റെ കശുവണ്ടി മേഖല, മറ്റ് പ്രശ്നങ്ങൾ, അതിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന പ്രമേയങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത്തരം പോസിറ്റീവായ ഒരു കാര്യത്തെക്കുറിച്ചും പറയുന്നതിന് പകരം തികച്ചും അസംബന്ധമായൊരു കാര്യം, അതായത് ആ വേദിയിലേക്ക് കുടിക്കാനായി കൊണ്ടുവന്ന ചൂടുവെള്ളം, ആ ചൂടുവെള്ളത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൽ കുപ്പിയിൽ വെള്ളം കുടിക്കുന്നു. പിന്നെ അതിൻ്റെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിക്കുക, ആ വിഷ്വൽസ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് സ്പീഡാക്കിയും സ്ലോ ആക്കിയും കാണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താണ്, ദൗർഭാഗ്യകരമാണ്. CPM-നെ ആക്രമിക്കാൻ വേണ്ടി ഇവർ സ്വീകരിക്കുന്ന പല മാർഗങ്ങളിൽ വളരെയധികം വേദനാപൂർവം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്കകത്ത് സത്യം അറിഞ്ഞിട്ടും ശരിയാണ്. ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ നിന്നും മാറുന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഈ പൊതുപരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നേതാക്കൾ അല്ലെങ്കിൽ ഏത് യോഗമാണെങ്കിലും അവിടെ ആളുകളുടെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് വെള്ളം ഉണ്ടാവുക. ഇവിടെ അതിനു പകരം നല്ലൊരു കാര്യമാണ്, കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നില്ല. അത്രയും നല്ലൊരു കാര്യം ചിന്തിച്ച് ചെയ്യുകയാണ് ഒരു ജില്ലാ സമ്മേളനത്തിൽ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരമാണിത്. അതെ, അതിൽ പ്ലാസ്റ്റിക് പരമാവധി കുറയ്ക്കുക എന്നൊരാഗ്രഹം നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് പൂർണ്ണമായും സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ സ്റ്റേജിൽ ചൂടുവെള്ളം കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളം എപ്പോഴും കുപ്പിയിൽ കൊടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അത് വന്നത്. അപ്പോൾ ഇത് തരുന്നവരും ചിന്തിക്കുന്നില്ല, കുടിക്കുന്ന ആരും ചിന്തിക്കുന്നില്ല ഇതിന് ഇങ്ങനൊരു മുഖം നൽകി ഇങ്ങനെ പ്രചരിപ്പിക്കുമെന്നുള്ളത്. പിന്നീട് അവിടെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സുഹൃത്ത്, എനിക്കറിയാവുന്ന ആളാണ്, അദ്ദേഹം ക്യാമറാമാനോട് പറയുന്നുണ്ട് വിഷ്വൽസ് എടുക്കൂ എന്ന്. അപ്പോഴാണ് ഞാൻ ചിരിച്ചോണ്ട് ആ കുപ്പി താഴെ വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചിന്ത ഈ കുപ്പി താഴ്ത്തി വെച്ചത്, അതാണ് പ്രശ്നത്തിന് കാരണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് സദ്യ കഴിക്കുകയാണ്, പെട്ടെന്ന് ക്യാമറ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് പതുക്കെ ക്യാമറയ്ക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്ത് ക്യാമറയെ നോക്കി നമ്മൾ ഒന്ന് ഇതാകും. അതേപോലെ എനിക്ക് പരിചയമുള്ളൊരു റിപ്പോർട്ടറാണ്, പക്ഷെ എൻ്റെ അടുത്തേക്ക് ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി താഴത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മൾ അതിൻ്റെ ഒരു പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശമുണ്ട് എന്ന് അറിയുന്നില്ലല്ലോ. ഈ ബിയർ കുപ്പി എന്നൊരു വിമർശനം വരുന്നുണ്ട്. ബിയർ കുപ്പിയിലാണ് കൊണ്ടുവരുന്നത് വെള്ളം. ഇത്തരത്തിൽ ധാരാളം വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ വിമർശനം ഉന്നയിക്കുന്നവരോട് ചിന്തയ്ക്ക് പറയാനുള്ളത് എന്താണ്? തമാശ മാറ്റി വെച്ചാൽ തീർച്ചയായും നമ്മളെ ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കരുത്. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്.
ആ അവകാശങ്ങളെയെല്ലാം ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. തുറന്ന മനസ്സോടുകൂടി ആ വിമർശനങ്ങൾ കേൾക്കുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നലകളിലെല്ലാം. ഇനി അങ്ങോട്ട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തും. ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനത്തിൽ ഉൾപ്പെടെ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും വന്ന് അതിൽ നിന്നുമാണ് കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഈ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളിലങ്ങ് ഒരു കഴമ്പും ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇതൊരു കാരണമായി. ഇപ്പോൾ എനിക്ക് നേരെ എന്തെല്ലാം കുപ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. എന്നേക്കാൾ മുതിർന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ ശൈല ടീച്ചറൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ടീച്ചറുമായിട്ട് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾ രണ്ടും പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ, എത്ര ആരോപണങ്ങളാണ്, ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ നമുക്കൊക്കെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവമുള്ള സ്ത്രീകൾക്ക് നേരെയൊക്കെ ഇത്തരം ആരോപണങ്ങൾ പൊതുവെ സ്ത്രീകൾക്ക് നേരെ വരുന്നുണ്ട്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളെന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ചിന്ത എന്ന് പറയുന്നൊരു വ്യക്തി മാത്രമല്ല, എല്ലാ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇപ്പം സിനിമാ മേഖലയിലുള്ളവർ, മറ്റ് മാധ്യമ മേഖലയിലുള്ളവർ, അവരൊക്കെ ഈ പ്രയാസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കുന്ന സുഹൃത്തേന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യണോന്നുള്ളത് സ്വയം പരിശോധിക്കണം. ഞാൻ മനസ്സിൽ ഓർത്തു, ചോദിച്ചോ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും, എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർത്തു. കാരണം ഞാൻ വ്യക്തിപരമായി ആരുമായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിനോ ഒന്നിനും പോകുന്ന ആളല്ല. ഞാൻ എല്ലാവരുമായും വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നമ്മുടെ പുറകെ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും സത്യം അറിഞ്ഞിട്ട്, ഇപ്പം ചിലർ തെറ്റിദ്ധരിച്ച് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നാം അവർ അറിയാതെ പറയുന്നതാണല്ലോ. ഇതങ്ങനെ അല്ലല്ലോ. ഒരു പൊതുവേദിയിൽ പൊതുവായി ഉണ്ടായ സംഭവം, അതിൻ്റെ വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഒരു വക്രീകരിച്ച് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യമല്ലേ. ഞാൻ രാവിലെ ചാനലുകൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ വീട്ടിലുൾപ്പെടെ ഇത്തരം കുപ്പികൾക്കകത്ത് മണി പ്ലാന്റ് ഞങ്ങളുടെ മമ്മി വളർത്തുന്നുണ്ട്. അപ്പോൾ നാളെ ഇതൊക്കെ വന്ന് വിഷ്വൽ എടുത്താൽ എന്താവും സ്ഥിതി? അപ്പം വീട്ടിൽ നിറയെ ഇത്തരം സംഭവങ്ങളാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതൊന്നും ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഓരോന്ന് വരുമ്പോ മമ്മി എന്താ പറയുന്നത് ചിന്തയോട്? ഇങ്ങനെ ഈ വിവാദങ്ങൾ എപ്പോഴും വരുമ്പോ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോ മമ്മി എന്താ പറയുന്നത്? മമ്മിക്ക് സ്വാഭാവികമായി എല്ലാ അമ്മമാരെയും പോലെ വിഷമം ഉണ്ടാവുമല്ലോ. പലപ്പോഴും ചോദിക്കുന്നത് എന്താ നമ്മളെ മാത്രം എന്നാണ്. ഇപ്പോഴൊക്കെ ഞാൻ തിരുത്തി പറയാറുണ്ട്, നമ്മളെ മാത്രമല്ല മറ്റുള്ളവർക്കും വരുന്നുണ്ട്. ഇത് നമ്മളെ ആയതുകൊണ്ട് നമ്മുടെ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നോണ്ടാണ് നമുക്ക് വരുന്നത്. കുറച്ചുകൂടി കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾ കൂടിയാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ വായിച്ചതാണ്, ചിന്തയോടൊപ്പം അമ്മയുടെ സംസാരം വളരെയേറെ കരുത്തുറ്റ രീതിയിലായിരുന്നു അമ്മ സംസാരിച്ചത്. മകൾക്കൊപ്പം തന്നെ നിൽക്കുന്ന അമ്മയായിട്ട് തോന്നുന്നുണ്ട് ചിന്തയുടെ അമ്മ. അതെ അതെ അതെ. അയ്യോ, അങ്ങനെ എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ, മക്കൾക്കൊപ്പമാണ്. എൻ്റെ അമ്മയെ സംബന്ധിച്ച് പപ്പ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും പല യാത്രകളിലും ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം സമയം ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ബാക്കി എല്ലാ അമ്മമാരും മക്കളോട് വലിയ സ്നേഹമാണ്. ഇപ്പോൾ ഇവിടെ പാർട്ടി സമ്മേളനം ആയതുകൊണ്ട് തന്നെ 3 ദിവസവും അമ്മ വന്നിട്ടില്ല. കാരണം പ്രതിനിധികൾക്കെല്ലാം അകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പാലും മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോളയത്തോടൊരു കടയിൽ അത് വാങ്ങാൻ ചെന്നപ്പോൾ ആ കടയിൽ ആൻറ്റി എന്നോട് ചോദിച്ചു, എന്തോ മോളെ ബീർ കുടിച്ച പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി, പിന്നെ അത് വിശദീകരിക്കാൻ നിന്ന്. അപ്പോൾ അവിടെ 3-4 പേര് വാങ്ങാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ല, അത് വെള്ളമാ കുടിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. എല്ലാവരും വിശദീകരിച്ച് പോകുന്നത്. അപ്പം നമ്മൾ മനസ്സാവാച അറിയാത്തൊരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും അപ്പം ഇത് ഉയർത്തിക്കൊണ്ട് വന്നവർ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കുറേ ക്രിയേറ്റീവായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാൻ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കേണ്ട സമയമൊക്കെ ഇത് വിശദീകരിച്ച് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ എത്രത്തോളം കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് വിമർശകർക്ക്? അതെ 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 അതെ. ശരി, എന്തായാലും വളരെയധികം നന്ദി ചിന്ത. എന്തായാലും എനിക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തിരുത്താം. പക്ഷേ മനസ്സിലായി. തീർച്ചയായും വിമർശനങ്ങൾ അഭിപ്രായങ്ങൾക്കാകാം, രാഷ്ട്രീയ നിലപാടുകൾക്കാകാം, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കേണ്ടതിന് പകരം, അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരമാണ് ഈ ഒരു വിമർശനങ്ങളും ബിയർ കുപ്പി വിവാദമൊക്കെ. എന്തായാലും വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇതിനൊക്കെ സധൈര്യം ചിരിച്ചുകൊണ്ട് നേരിടുന്നു. ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതിലൊന്നും തളരാതെ മുന്നോട്ട് ചിന്ത.